10 ലക്ഷം ഹദീസ് പോയിട്ട് ഒരു 10 ഹദീസ് നമുക്ക് കാണാതെ പറയാൻ പറ്റുമോ? എനിക്ക് ഒരു ഹദീസ് പോലും കാണാൻ അറിയില്ല. പക്ഷെ ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് വളർത്തണം എന്ന് പറഞ്ഞ റസൂലിന്റെ ഹദീസ് അത് പറഞ്ഞോണ്ട് കാര്യമില്ല. അത് ഞാൻ കേട്ടപ്പോ ഞാൻ എന്റെ പ്രവർത്തിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അതിൽ പുണ്യമില്ലേ? അങ്ങനെയല്ല, അതിൽ ഒരു ഹദീസ് ഞാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ഷാഫി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യ ഒരു മിമ്പറിൽ നിന്ന് കേട്ടു, ഒരു മുജാഹിദിന്റെ മിമ്പറിൽ നിന്ന് ഞാൻ കേട്ടു. അതിനുശേഷം ഞാൻ താടി വളർത്തി. അതിനു മുമ്പ് ഞാൻ ക്ലീൻ ഷേവ് ആയിരുന്നു. അതിനെനിക്ക് പുണ്യം കിട്ടൂല്ലേ? അതൊരു വിഷയം കൂടി പറയട്ടോ. പുണ്യം കിട്ടൂല്ലേ? പുണ്യം കിട്ടോ ഇല്ലെന്ന് വെച്ചാൽ മുജാഹിദ് പറഞ്ഞതാണോ നിങ്ങൾ ചെയ്തത്? ശരി, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് പുണ്യം ചെയ്താലും ഒരു പുണ്യം കിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്, ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സ്വലാത്തൻ വലാ സകാത്തൻ വലാ ഹജ്ജൻ വലാ സദഖത്തൻ വലാ സർഫൻ വലാ അദ്ല. ഒരാൾ പുത്തൻവാദിയായാൽ അവന്റെ നിസ്കാരമോ നോമ്പോ ഹജ്ജോ സകാത്തോ ഒന്നും സ്വീകരിക്കൂല. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുണ്യവും കിട്ടില്ല. പക്ഷേ അതിന് പകരം ദർഗയിലേക്ക് പോയാലും അല്ലല്ല, നിങ്ങൾ സുന്നിയായിട്ട് അതല്ല, അതിന് പകരം ഞാൻ ദർഗയിലേക്ക് പോയി പട്ടും കൂടി കഴിഞ്ഞാൽ എനിക്ക് ദർഗയിലേക്ക് പോകുമ്പോൾ മുജാഹിദായി പോയാൽ കൂലിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്നു. അത് നിങ്ങൾക്ക് തോന്നുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിസ്കരിക്കൽ എങ്ങനെ? ആര് കേട്ട് നിസ്കരിക്കാം? ഞാൻ ഇവിടുത്തെ ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കാം. അല്ല, ആ നിസ്കാരങ്ങൾ ഹദീസിൽ നേരെ കണ്ടതാണോ? ഉസ്താദ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം വിവരമില്ല. എങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക? ആരെ കണ്ടിട്ട് നിസ്കരിക്കാം? ഞാൻ ഹദീസിൽ വന്ന ഹദീസിലെ എല്ലാ നിസ്കാരങ്ങളും കണ്ടിനോ? ഹദീസിൽ നബിയുടെ നിസ്കാരങ്ങൾ കണ്ടിനോ? അതല്ല, ഹദീസിലെ നിസ്കാരത്തിന് നേരെ രൂപങ്ങൾ കണ്ടിനോ? ഹദീസിൽ നേരെ നിസ്കാരത്തിന്റെ രൂപങ്ങൾ കണ്ടതാ? അതല്ല, ഇത് നിസ്കാരത്തിന് ശേഷം ചെല്ലുന്നൊരു അതല്ല നിസ്കാരം ഞാൻ ചോദിച്ചു. ഈ പ്രാർത്ഥന ശേഷം ചെക്ക് ചെയ്തിട്ട് ഇത് സഹിയാണോ എന്ന് പറഞ്ഞല്ല. ഞാനായും ചെക്ക് ചെയ്യാൻ പറ്റിയ ആളല്ല. ഞാൻ ചോദിക്കണം നിങ്ങൾ ഒരു ഈ സാധനം അത് വേറെ ചർച്ച. ഞാൻ ചോദിക്കണം ഈ കാര്യം, ഞാൻ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്ന പ്രാർത്ഥനകളാണ്. ഇത് ശരിയാണോ? അത് നിങ്ങൾ മുജാഹിദായി ചെല്ലാൻ നിങ്ങൾക്ക് ഒരു പോലും കിട്ടൂല. ഇത് മുജാഹിദല്ല, ഒരു ബുക്ക് എനിക്ക് കിട്ടിയതാണ്. ആര് തന്നിട്ടും കാര്യമില്ല. മുജാഹിദായ കാലത്തോളം നിങ്ങളൊരു ഇബാദത്തുള്ള സ്വീകരിക്കൂല. ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സ്വലാ. അങ്ങനെയാണെങ്കിൽ ഉസ്താദ്, ഞാൻ ഇവിടെ കുറെ ആളുകളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇനി സുന്നിയാകാൻ നിങ്ങൾക്ക് എന്താ തടസ്സം എന്ന് പറയും? റസൂലിനെ പിൻപറ്റൽ സുന്നത്തല്ല ഉസ്താദ്, അത് സുന്നത്തല്ല. റസൂലിനെ പിൻപറ്റൽ സുന്നത്ത്. മോനെ, റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? റസൂൽ ചെയ്ത കാര്യം, റസൂൽ പറഞ്ഞ കാര്യം, റസൂൽ അതെല്ലാം കൊടുത്ത കാര്യം, ഇതാണ് സുന്നത്തായിട്ട് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സുന്നിയാകുന്നതിന് എന്താ പ്രയാസം? ഞാൻ ഇത്രയും ചെയ്യുമ്പോ തന്നെ സുന്നിയാവില്ലേ? എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ പുണ്യം കിട്ടൂലേ? കിട്ടൂല. നിങ്ങൾ മുജാഹിദായ കാലത്തോളം കിട്ടൂല. ഞങ്ങൾ ഇതൊരു മതസംഘടന അല്ല, ഒരു സംഘടന മാത്രമാണ്. ഒരു ഇസ്ലാമിനെ തർബീയത്ത് ചെയ്യുന്ന ഒരു സംഘടനയാണ് മുജാഹിദ്. അല്ല, ഇസ്ലാമിനെ നശിപ്പിക്കുന്ന സംഘടനയാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദര, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. ഞങ്ങൾ നിങ്ങളോട് ഒരു ദേഷ്യം നന്നാവണം ചില ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് ഏതെങ്കിലും ഒരു കണ്ട ഹദീസ് എടുത്ത് നമുക്ക് അങ്ങനെയൊന്നുമല്ല. നിങ്ങളൊരു ഹദീസ് കണ്ട ബുഖാരി ഇമാമിന്റെ ഹദീസ് അല്ലെ നിങ്ങൾ കാണാം അല്ലെ? മുസ്ലിം, ബുഖാരി. ഞാൻ ചോദിക്കട്ടെ, ആ ബുഖാരി ഏത് മതകാരനാണ് ഒന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനാണ്. അപ്പൊ ഇനി നമ്മളെന്താ ചെയ്യപ്പോ? നിങ്ങൾ പറഞ്ഞു മദ്ഹബ് ഒന്നും വേണ്ട, ഹദീസ് മതി. ഹദീസിനെ കൊടുത്താൽ കിട്ടുക ബുഖാരി ഇമാം. ആ ബുഖാരി ഇമാം ആണെങ്കിലോ ഷാഫി മദ്ഹബ്. നിങ്ങൾ പറഞ്ഞൊക്കെ പൊളിഞ്ഞില്ലേ? അല്ല, മദ്ഹബ് എന്ന് പറഞ്ഞ മാർഗം എന്നല്ല അർത്ഥം. അല്ല, ഷാഫി മദ്ഹബ് പിൻപറ്റിയ ആളാ മൂപ്പര്. അതല്ല, മദ്ഹബിന്റെ അർത്ഥം മാർഗം എന്നല്ല. മദ്ഹബ് ആ പോകുന്ന വഴി അതിനെന്താ പ്രശ്നം? അപ്പൊ നിങ്ങൾ പറഞ്ഞു മദ്ഹബ് പിൻപറ്റിയാൽ മാത്രമേ ഇസ്ലാം പൂർണ്ണമാവുള്ളൂ. 4 മദ്ഹബ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ശേഷം
ഒരൊറ്റ പണ്ഡിതൻ 4 ഒരു മദ്ഹബ് സ്വീകരിക്കാത്തവരായി ഇല്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ അറിയോ, നിങ്ങൾ എണ്ണിക്കോ ഇമാമിങ്ങളെ പരമ്പര. നിങ്ങൾ ഈ പറഞ്ഞ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമുദി, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇരിഫായി ശൈഖ്, നബവി ഇമാം, റാഫി ഇമാം, വസാലി ഇമാം, ഈ പണ്ഡിതരൊക്കെ മദ്ഹബ് സ്വീകരിച്ചവരാ. എന്താ നിങ്ങൾ, അവർക്കൊക്കെ മനസ്സിലായി ഞങ്ങൾ അറിവില്ലാത്തവരാണ്. അപ്പൊ അറിവുള്ള ഇമാമിനെ പിൻപറ്റണം. അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ പറഞ്ഞ എന്താ ബുഖാരിയിലുണ്ട്, ആ ബുഖാരി എഴുതിയ ഇമാം ബുഖാരി പറയാണ് ഞാൻ ഷാഫി മദ്ഹബിലെ മെമ്പറാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ബാത്തിലായില്ലേ? ഞാൻ പറഞ്ഞതല്ല ഉസ്താദ്, ഈ മനസ്സ് തുറന്ന് പറയും. റസൂലിൽ നിന്നൊരു സഹീഹായ ഒരു സംഭവം കിട്ടി ഇല്ല. ആ സഹിയായ സംഭവം കിട്ടണമെങ്കിൽ ഇമാമിന്റെ വിശദീകരണം പറഞ്ഞത് കൂടി കേൾക്കണം. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരു ഹദീസ് സ്വഹിയായി നമുക്ക് കിട്ടിയാൽ അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്ത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ആ അർത്ഥം നമ്മൾ സ്വന്തം നോക്കിയെടുക്കാൻ പറ്റില്ല, അത് ഇമാമിങ്ങൾ പറയണം. അതാ പറയുന്നത്. ഈ ഇമാം ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. ഷാഫി ഇമാമിനെ ഞാൻ ഷാഫി ഇമാമിനെ അംഗീകരിക്കുന്ന ആളൊക്കെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞ കാര്യമില്ല, അതല്ല ഞാൻ പറഞ്ഞത്. അതന്നെ ഞാൻ ഷാഫി ഇമാമിന്റെ ഒരു കാര്യം ഷാഫി ഇമാം പറയണത്, ഈ ഒരു കാര്യം റസൂൽ നബിചര്യക്ക് എതിരാണെങ്കിൽ നിങ്ങൾ അത് എന്നെ തള്ളി, എന്റെ വാക്കുകൾ തള്ളുക, റസൂലിനെ പിൻപറ്റുക. അത് ഷാഫി ഇമാം ആരോട് പറഞ്ഞ? ഷാഫി ഇമാം ആരോട് പറഞ്ഞതല്ല, ഷാഫി ഇമാമിന്റെ ഗവേഷണത്തിൽ അതല്ല. ഷാഫി ഇമാം പറഞ്ഞല്ലോ എന്റെ വാക്ക് ഹദീസിനെതിരായാൽ, നിങ്ങൾ പറഞ്ഞതാണ് ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, എന്റെ വാക്ക് ഹദീസിനെതിരായാൽ നിങ്ങൾ എന്റെ വാക്ക് ഒഴിവാക്കി ഹദീസ് സ്വീകരിക്കണം. അതാര് പറഞ്ഞതാണ്? മുജാഹിദിന്റെ. അതെ, മുജാഹിദ് നിങ്ങളെ പറ്റിച്ചു. ആ മുജാഹിദുകാരൻ നിങ്ങളെ പറ്റിച്ചു. കാരണം എന്താ അറിയോ, അത് ആ ഷാഫി ഇമാം നമ്മളോട് പറഞ്ഞല്ലേ. അല്ല, ഷാഫി ഇമാമിന്റെ കിതാബിൽ ഉള്ള കാര്യം അല്ല. ഷാഫി ഇമാം ആരോട് പറഞ്ഞു എന്നതിന്റെ ബാക്കിയിലുണ്ട്. ഷാഫി ഇമാമിനെ പോലെ ഗവേഷണത്തിന് കഴിവുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ള ആളുകളോട് പറഞ്ഞാണ് നിങ്ങൾ ഇന്റെ വാക്കുവെക്കേണ്ട, വേറെ ഗവേഷണം ചെയ്യും. നമ്മളോട് പറഞ്ഞല്ലേ. നമ്മളോടല്ല, അങ്ങനെ എതിരായിട്ട് വന്ന റസൂലിന്റെ വാക്ക് ഷാഫി ഇമാമിന്റെ വാക്ക് എടുക്കണം. അങ്ങനല്ല, അങ്ങനെ സാധ്യത ഇല്ല മോനെ. ഷാഫി ഇമാം റസൂലിന്റെ എതിര് പറയുന്ന ആളല്ല, ഹദീസ് നോക്കി, അത് ഹദീസ് നോക്കിയിട്ടേ പറയൂ. മനസ്സിലായോ? അല്ല, നിങ്ങളിപ്പോ സുന്നിയാക്കുന്നതിന് ഇനി എന്താ തടസ്സം? നിങ്ങളിപ്പോ ഇസ്തിഹാസ ചെയ്യാൻ തയ്യാറാണോ? മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാൻ തയ്യാറാണോ? ഇല്ലില്ല. അതിന്റെ കാരണം പഠിച്ചോൻ പഠിപ്പിച്ചിട്ടില്ല. പഠിച്ചോനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഹസ്ബുനല്ലാഹ് എന്ന് പറയും. അതിനെന്താ ഹസ്ബുനല്ലാഹ് വ നിഅമൽ. അപ്പൊ നിങ്ങൾ ഡോക്ടർ എടുത്ത് പോലെ, ഡോക്ടർ എടുത്ത് പോലെ. ഞാൻ ഹസ്ബുനല്ലാഹ് മോദിശൈനെ വിളിക്കില്ല. ഡോക്ടർ എടുത്ത് പോലെ. ഞാൻ മോദിശൈനെ വേണ്ടി പ്രാർത്ഥിക്കും. മോദിശൈനോട് ഞാൻ പ്രാർത്ഥിക്കും. അതല്ല ഞാൻ ചോദിക്കുന്ന, മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനെ പിന്നെ പോകാന്ന് റസൂൽ പറഞ്ഞാൽ കേൾക്കൂല. മോദിശൈനോട് ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആരും പ്രാർത്ഥിക്കല്ല. ആ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ മുജാഹിദുകൾ നിങ്ങളെ പറ്റിച്ചതാ. ഞാൻ പറഞ്ഞു കേട്ടോളികൾ, ഞങ്ങൾ സഹായം തേടുകയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, അമ്പിയാക്കൾ ചെയ്താൽ നമുക്ക് ചെയ്തൂടെ? നിങ്ങളൊന്ന് പറയും. തീർച്ചയായും. അപ്പൊ ഈസാ നബി അമ്പിയാക്കൽപ്പെട്ട ആളല്ലേ? അതെ, ആണ്. അപ്പൊ ഈസാ നബി ഇവിടെ വന്നിട്ട് റൗദന്റെ അടുത്ത് പോയിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ പിന്നെ ഞമ്മക്കായിട്ട് എന്തുകൊണ്ട് വിളിച്ചൂടാ? ഹദീസിനെ ബേസ് ചെയ്തിട്ട് ഉസ്താദിനെ വിളിക്കാൻ കഴിയും. അങ്ങനെ അല്ല, റസൂലുള്ളാഹിനെ വിളിച്ചൂടെ? അതല്ല, ആ ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉസ്താദിനെ അങ്ങനെ വിളിക്കാം. റസൂലിനെ ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റൂല? അല്ല, ഞാൻ ചോദിച്ചതാണ്. തീർച്ചയായും പറ്റും, നിങ്ങൾക്ക് പറ്റൂല? അത് വിളിക്കുന്നത് ഒരു പ്രവാചകൻ, ഉത്തരം കൊടുക്കുന്നു മറ്റൊരു പ്രവാചകന്മാരല്ലേ നമുക്ക് മാതൃക? അതെ. അപ്പൊ പ്രവാചകന്മാർ ചെയ്യുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടി? അല്ല, ഞാൻ മോദിശൈനെ വിളിക്കുന്നത് പ്രവാചകന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് പറ്റൂല. റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുന്ന അതല്ല, ഈസാ നബി സ്വലാത്തല്ല ചൊല്ലിയത്. ഞാൻ സ്വലാത്ത് റസൂൽ പഠിപ്പിച്ച കാര്യം ഞാൻ ചെയ്യും. ഇതും പഠിപ്പിച്ചു. സ്വലാത്ത് മാത്രമല്ല, ഏതും പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് ഈസാ നബി അലൈഹിസ്സലാം സ്വലാത്ത് മാത്രം ചൊല്ലിയ പോരാ. ഞാൻ പറഞ്ഞു സ്വലാത്ത് ചെല്ലണം. അതോടൊപ്പം തന്നെ റസൂൽ ഇതും പഠിപ്പിച്ചു. എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഈസാ നബി എന്നെ വിളിക്കും, ഞാൻ ഉത്തരം ചെയ്യും. അപ്പൊ എന്താ നമുക്ക് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അറിയാത്ത കാര്യം അതോ ഇനിയിപ്പോ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ സ്വലാത്ത് ചൊല്ലി. ഞങ്ങൾക്ക് എത്ര സ്വലാത്തിലുണ്ട്?
അതല്ല, എന്തേ ഇപ്പൊ റസൂലുള്ളാഹി തങ്ങള് നേരെ വന്നിട്ട് പറയാണ് എന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ചെയ്യും. അപ്പൊ ചെയ്യുന്ന അല്ല, അപ്പൊ നിങ്ങള് ഞാൻ പറയുന്നേ അതല്ല, സ്വലാത്ത് നമ്മളൊക്കെ ചെല്ലും, അത് പോരാ. ഇസ്തിഗാസ ചെയ്യുന്ന നേരെ തെളിയുമ്പോ നിങ്ങൾ മുജാഹിദുകാരൻ ഒരു പ്രസംഗം ഇട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് പാലിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ഇതേപോലത്തെ ഒരു ഹദീസാണ്. ബുക്കും വായിക്കും, സുന്നിയുടെ ബുക്കും ഞാൻ വായിക്കും. വായിക്കാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങള് കമ്പയർ ചെയ്യാൻ മാത്രം ഇൽമു നമുക്കില്ല. അവിടെയാണ് പ്രശ്നം. ഇമാം ഗസാലി പറഞ്ഞ നിങ്ങൾ കേട്ടില്ല. നിങ്ങള് ഒരു കടലിൽ മുക്കുവന്മാര് ചാടുന്നത് കണ്ടിട്ട് കടലിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത നീ ചാടാൻ പോയ അപകടത്തിൽപ്പെട്ടു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ജീവിച്ചു, ഇമാമിങ്ങൾ എങ്ങനെ ജീവിച്ചു, സ്വർഗത്തിലല്ലേ നമുക്ക് പോകണ്ടി, അതിൽ തർക്കമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മുജാഹിദീങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതിന് പകരം നിങ്ങൾ നേരെ നമ്മളെ ഉസ്താദുമാരൊക്കെ പറഞ്ഞ് ആ പഴയ റൂട്ടിൽ പോകണം. നമ്മളെ 35ഓളം കൊല്ലം മുജാഹിദായ സഹോദരനാണ് നമ്മളെ സദസ്സ്. ഒരുപാട് ഞാൻ പറയുന്ന അങ്ങനെ നിങ്ങൾക്ക് പോരാ. സുന്നിയായിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കുത്തി മറിഞ്ഞ് 40 ദിവസം ഒന്നിച്ച് ഇബാദത്ത് ചെയ്തിട്ട് ഒരൊറ്റ ഇബാദത്തൊന്നും സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നന്നാവാൻ നോക്കാം. കഴിഞ്ഞോ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉയർത്തപ്പെട്ടതാണെന്ന് ഏത് ഗ്രന്ഥത്തിലുള്ളത്? സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അടുത്തത് ഈ ഉസ്താദ് ഇപ്പൊ ഇവിടുന്ന് ഇത്രയും ലോങ് യാത്രയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങളോട് ഇത്ര സംസാരിച്ചു തമിഴ്നാട്ടിലെ ഉപ്പാപ്പാടത്തും അവരുടെ അടുത്തും ഇവരുടെ അടുത്തൊക്കെ പോകാന്നാണ്. ഞങ്ങൾ ഈ മഞ്ഞോണ്ട് തർക്കിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളഹാനോട് നമ്മളെയും പഠിച്ച ഉപ്പാപ്പാനെ പഠിച്ച അള്ളഹാനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, ആഗ്രഹ സഫലീകരണത്തിൽ നടത്താൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അല്ല, ഒറ്റ ചോദ്യം, മറുപടി പറഞ്ഞോ, മൊത്തത്തിൽ മറുപടി പറഞ്ഞോ. അങ്ങനൊന്നും ഞങ്ങൾ വിടൂല. നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ ഒരൊറ്റ ഷെയ്ഖിനോടും ദുആ ചെയ്യാം ഇസ്ലാമിന്റെ ആ ഭാഷയിലുള്ള ദുആ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെളിയിക്കുക. ഇലാഹല്ല എന്ന് കരുതി ചോദിച്ചൂടെ? ഇലാഹല്ല അപ്പൊ ദുആ ആവൂലല്ലോ. അല്ല, ഇലാഹല്ല എന്ന് കരുതി തേടാമോ? ഇലാഹല്ലാന്ന് കരുതിയാ ഇലാഹല്ലാന്ന് കരുതിയിട്ട് അതല്ലാന്ന് ഞാൻ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞ ഇലാഹല്ലാന്ന് കരുതി സംബന്ധിച്ച് പറഞ്ഞ തെറ്റാന്ന് ഞാൻ പറഞ്ഞു. അതല്ല ഉസ്താദേ, ഇലാഹല്ലാന്ന് കരുതി ഇപ്പൊ നമ്മള് മമ്പുറത്ത് പോയിട്ട് ഒരു ആഗ്രഹ സഫലീകരണത്തിൽ കുട്ടി ഉണ്ടാവും. ഇലാഹല്ലാന്ന് കരുതി അമ്പിയാക്കൾ ഔലിയാക്കളോട് തേടുന്നതിന് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, മക്ക മുശ്രിക്കുകളുടെ ആ സമയത്തുള്ള തൽബിയത്തും നമ്മുടെ ഇപ്പത്തെ ലോക മുസ്ലിങ്ങളുടെ ചൊല്ലുന്ന തൽബിയത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ട്. അത് ഉസ്താദ് ഒന്ന് ഒന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി. ഞങ്ങൾ പറഞ്ഞു ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുമില്ല. അബൂജഹൽ പറഞ്ഞോ ലാ ശരീക ലക ഇല്ലാ ശരീകൻ, ഒരു ശരീകം ഒഴികെ. വ്യത്യാസം വളരെ വ്യക്തം. അബൂജഹലിന്റെ തൽബിയത്ത് നമ്മുടെ തൽബിയത്തുള്ള വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞ ഒരൊറ്റ ശരീകം. അബൂജഹൽ പറഞ്ഞതോ ഇല്ലാ ശരീകൻ, ഒരു ശരീക്ക്. അപ്പൊ അള്ളാഹ്ക്ക് ശരീക്ക് ഉണ്ട് എന്നായല്ലോ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറയണതിന്റെ ഇടയിൽ പറയുന്നുണ്ടല്ലോ, ഇലാഹല്ല നീ തന്നെയാണ് ഇലാഹ്, ഇലാഹെന്ന് കരുതാതെ ഇവരോടുള്ള സഹായം ഞങ്ങൾക്ക് പറയണ്ടല്ലോ. മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം മോൻ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഒരുവിധം പഠിച്ചിട്ടുണ്ട്. പോരാ, ഒരു വിധം പോരാ, ഫുള്ളാവണം. ഫുള്ളായി വഴി തെറ്റിയാവൂല. ഒരുപാട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് കിതാബ് ഓതിയ ആളാ? കിതാബ് ഒരു അധികം ഓതിയല്ല, എന്നാലും ഒരു ഇതൊക്കെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഒരു വിധം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടോ ഏകദേശം? അങ്ങനെ അധികം പോയിട്ടില്ല. അല്ല ചോദിക്കട്ടെ, നിങ്ങള് ഇമാം റാസിയുടെ അല്ല അള്ളഹാനോട് മാത്രം ദുആ ചെയ്യാവുന്ന പഠിക്കണേ അധികം കിതാബൊന്നും ഓതണ്ട. ഒരു മുസ്ലിം പഠിക്കണം. കാരണം എന്താ, നിങ്ങള് ഇവിടെ ഏറ്റവും അള്ളഹാനോട് ദ്വാരിക്കാന്നില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. നിങ്ങൾ വിഷയത്തെ അട്ടിമറിക്കാണ്. ഞങ്ങൾ ഇവിടെ ഈ മജ്‌ലിസ് തുടങ്ങിയപ്പോൾ അള്ളഹാനോട് ഞങ്ങൾ ദ്വാരുന്നു. ഞങ്ങൾ കല്യാണ വീട്ടിൽ ചെന്ന ദ്വാരക്കും, ഞങ്ങൾ വീട് കുടിയിരിക്കുന്നിടത്ത് ദ്വാരക്കും, ഒക്കെ അള്ളഹാനോട്. ഞങ്ങൾക്ക് അള്ളഹാനോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് തർക്കല്ലേ. നിങ്ങൾ എന്താ ഈ പറയണേ? നിങ്ങളൊക്കെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ അള്ളഹാനോട് ദ്വാരക്കരുത് എന്നല്ല. നിങ്ങളോട് അള്ളഹാനോട് ദ്വാരക്കാം. നിങ്ങൾ മരിച്ചാൽ ദ്വാരക്കരുത്. നിങ്ങൾ ഒരു വിവാഹ വീട്ടിൽ എന്നാൽ ദ്വാരക്കും, ഗൾഫിൽ പോകുമ്പോൾ ദ്വാരക്കും. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ എവിടെ ഞങ്ങൾക്ക് ദ്വാരല്ലേ?
ഞങ്ങളാണ് അള്ളാഹിനോട് ദ്വാരക്കുന്നത്. നമ്മളെ തർക്കം അതല്ല സഹോദര. നമ്മളെ തർക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദ്വാരക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരോട് തേടാൻ പാടില്ല എന്നാണ്. അത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നന്നായി അത് കുറച്ചൊന്നും പഠിച്ചാൽ പോരാ, നന്നായി പഠിക്കുക. ഇമാം സഅദുദ്ദീൻ തഫ്താസാനിയുടെ ഒരു ഗ്രന്ഥമുണ്ട് ശറഹുൽ അഖായിദ്, കുറച്ച് വലുതായിട്ട് അതൊക്കെ ഒന്ന് ഊതി പഠിച്ചാൽ എന്താണ് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം, എന്താണ് ഇസ്തിഗാസ, അത് രണ്ടും തമ്മിലുള്ള ഫർഖൊക്കെ മോനെ ശരിക്കും വ്യക്തമാവും. പഠിച്ചു വെച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം നിങ്ങൾ ഇന്ന് ചെന്നിട്ട് നിങ്ങളെ മൗലവിമാരോടൊന്ന് ചോദിക്കണം. മൗലവിമാരോട് സൂറത്തുൽ ഗാഫിറിന്റെ 18ാമത്തെ വചനം മാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഉൻ യുതാഅ എന്ന ഒരു ആയത്തിൽ സൂറത്തുൽ ഗാഫിർ 18 എഴുതി വെച്ചോളൂ ഇവിടെ. അതിന്റെ വിശദീകരണത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം. അവർ ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ ബിംബങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞ ആ വാക്ക് പോലും ഇമാം റാസി അവിടെ പറഞ്ഞു. അവരുടെ വാദം മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ സമ്മതം ആവശ്യമില്ലാതെ ഈ ബിംബങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, ഞങ്ങൾക്ക് വാങ്ങിത്തരും. അപ്പൊ അള്ളാഹ്ക്ക് എന്ത് ചെയ്യണം, ഈ ബിംബങ്ങൾക്ക് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ബിംബങ്ങൾക്കാണ് അള്ളാഹുവിനേക്കാൾ കഴിവ് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്ക് വിശ്വസിച്ചിരുന്നത് എന്ന് നിങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പഠിക്കണം. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് ഞാൻ അതിന്റെ ചരിത്രം അന്വേഷിച്ച് പഠിച്ചതിൽ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ലാത്ത ഉസ്സ ആ ഒരു വിഷയം ഉസ്താദ് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിയല്ല. ഇപ്പൊ പല ഇപ്പൊ എവിടെ കിടക്കണേ എന്താണ് കറക്റ്റ് ആ ദിവസം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, മറ്റേ ഈ ഖുർആന്റെ പല വ്യാഖ്യാന മുഫസ്സിറുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ലാത്ത അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് നല്ല പാനീയം കൊടുത്ത് അങ്ങനെ മഹാന്മാരായക്കണ ആൾക്കാരാണ്. അവരോടാണ് വിളിച്ച് ഇവര് തേടിക്കൊണ്ടിരുന്നത്. ഈ കേരളത്തിലുള്ള ഞാൻ പറഞ്ഞോട്ടെ, ഹാജിമാർക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലാണല്ലോ ലാത്ത നിങ്ങൾ സ്വലിയായ ആളാക്കിയത്. അപ്പൊ അബൂജഹൽ അതിനും വലിയ സ്വലിയാവും. കാരണം എന്താ, അബൂജഹൽ ഹജ്ജ് ചെയ്തിരുന്നു, അബൂജഹൽ 9 ഹജ്ജ് ചെയ്തായിരുന്നു. പിന്നെന്താ, പിന്നെ അപ്പോൾ സ്വലിയാള് സ്വലിയ, പക്ഷെ അള്ളാഹുവിൽ പങ്കേർത്തല്ല. അതാണ് കുഴപ്പം. അവരുടെ ഹജ്ജ് ആ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതിൽ എന്ത് പുണ്യാള്, നിങ്ങളെന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു ഹജ്ജ് എപ്പോഴാ ശരിയായത്? ആദ്യകാലത്ത് നല്ല ഹജ്ജ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രവാചകന്മാരുടെ കാലം പോകുമ്പോ ഹജ്ജിന് വരെ വ്യത്യാസം വരുത്തി. ഉദാഹരണം പറഞ്ഞാൽ അബൂജഹലിന്റെ കാലത്തുള്ള ഹജ്ജ് എന്താ, വസ്ത്രം മൊത്തം അയച്ചാളോ വെക്കും, തവാഫ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അന്ന് തന്ന് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് പോലെ വാദം. എന്നിട്ട് സഫയിലൊന്ന് പോകും, മറുവയിലൊന്ന് പോകും, അവിടെയൊക്കെ ബിംബങ്ങളെ വെച്ചിരിക്കുക, അവിടെ പോയി പൂജിക്കും. അതേപോലെ ഹജ്ജ്, ആ ഹാജിമാർക്ക് വെള്ളം കൊടുക്കല പുണ്യം അല്ല. അപ്പൊ നിങ്ങൾ തെറ്റിപ്പോയി. ഹാജിമാർക്ക് വെള്ളം കൊടുത്തു എന്ന് കേട്ടപ്പോൾ അയാൾ മഹാനാ നിങ്ങൾ ആരോ പറഞ്ഞു. ഏത് ഹാജിമാർ, ഏത് ഹജ്ജ് ഇസ്ലാമിലെ ഹജ്ജാണോ? ഇത് പഠിക്കണം. അതാണ് മോനെ കൂടുതൽ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, തലമറക്കല് റസൂലുള്ള സുന്നത്തായിട്ട് പറഞ്ഞിട്ടുണ്ടാ. റസൂലുള്ള ധരിച്ച സുന്നത്താവൂലേ? അപ്പൊ റസൂലുള്ള ഒട്ടകത്തിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്താലോ, ഒട്ടകത്തിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്താൽ അയാളെ തല നോക്കാൻ വേണ്ടി കാണിച്ചു. തൊപ്പി കാണാൻ അതൊരു സീനത്തിന് വേണ്ടി ധരിക്കണാണ്, അവർ അലങ്കാരത്തിന് വേണ്ടി ധരിക്കണതിന് കുഴപ്പമില്ല. സുന്നത്താണെന്ന് കരുതി ധരിക്കുമ്പോഴാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട് തല മറക്കൽ നിങ്ങൾക്ക് സുന്നത്താണ്. ഒരു കാര്യം ചെയ്താൽ പിന്നെ പറയണം സുന്നത്താന്ന്. അല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സുന്നത്ത് കിട്ടോ? ഒട്ടകത്തിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാല് ഈന്തപ്പനോലിൽ കിടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സുന്നത്ത് കിട്ടോ? നിങ്ങൾ പറയട്ടെ, ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ സുന്നത്താണ് എന്തൊക്കെ ഒന്നും പറഞ്ഞാൽ നിങ്ങൾ എന്താ ഈ സുന്നത്ത് പറഞ്ഞാൽ? റസൂലുള്ള ചെയ്തതും മൗനാനുവാദം നൽകിയതും അങ്ങനെയുള്ള മോനെ റസൂലുള്ള ചെയ്തത് സുന്നത്തായ പിന്നെ റസൂലുള്ള തലമറച്ചാൽ അത് സുന്നത്താന്നില്ല. ഇവിടെ ആർക്കും തർക്കണ്ടോ? മാത്രമല്ല ഞങ്ങൾ മോനെ കേട്ടോ, പിന്നെ നിങ്ങൾ അവിടെ സംസാരിച്ചോ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ നേതാവുണ്ട് ഷൗക്കാനി പറഞ്ഞിട്ട് ഒരാൾ, അറിയോ? കേട്ടു പരിചയമുണ്ട്. അയാൾക്കൊരു കിതാബുണ്ട് നെയ്ലുൽ ഔത്താർ. കണ്ടീനോ? നെയ്ലുൽ ഔത്താർ കണ്ടിരുന്നു? അതൊന്ന് എടുത്തു നോക്കുക.
ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത്ര ബേസിക് തന്നെ ഞാൻ പറഞ്ഞു തീരട്ടെ. മറ്റുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അല്ല, നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല, നന്നായി പഠിക്കും. അപ്പോ ശൗക്കാനിയുടെ കിതാബിൽ അയാളുടെ ഇസ്തിഹ്ബാബുൽ ഇമാമാർന്നൊരു അധ്യായം തന്നെ ഉണ്ട്. അഥവാ തലയെക്കെട്ട് കെട്ടൽ സുന്നത്താണ്. അതിൽ അയാൾ ഇഷ്ടം പോലെ ഹദീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തലപ്പാവ് ധരിച്ചു എന്ന് മാത്രമല്ല, തലപ്പാവ് ധരിച്ചുകൊണ്ടേയിരുന്നു എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, വഫിൽ ഹദീസി ദലീലുൻ അല ഇസ്തിഹ്ബാബിൽ ഇമാമ. കണ്ടോ, തലപ്പാവ് സുന്നത്താണ് എന്നതിന് ഈ ഹദീസ് രേഖയാണ് എന്നും നിങ്ങൾ കൂടി നിങ്ങൾ അംഗീകരിക്കുന്ന ശൗക്കാനി അയാളുടെ നൈദുൽ ഉത്താരിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് മതി അതിനെ എന്ത് ചെയ്യാൻ, ഇത്തിറാദ് ചെയ്യാൻ. മനസ്സിലാക്കണം. ഉടുമ്പിന്റെ മാംസം റസൂലുള്ള കഴിച്ചിട്ടില്ല, പക്ഷെ സ്വഹാബത്ത് പറഞ്ഞെന്ന് നല്ല. അല്ല, അത് അതിന്റെ ഹുക്കം എന്താന്ന് പറഞ്ഞു. ഇത് കഴിച്ചു കഴിഞ്ഞാല് മറ്റേ സ്വഹാബത്ത് കഴിച്ചിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കഴിക്കാന്ന് പറയണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാത്തത് നമുക്ക് കഴിക്കാവോ? അപ്പൊ നബി കഴിച്ച ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ കഴിക്കൂല, നബി കഴിക്കാത്ത നിങ്ങൾ കഴിക്കൂല. അപ്പൊ തലേക്കെട്ട ഇങ്ങക്ക് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സുന്നത്തായി, അതിന്റെ അർത്ഥം എന്താ? ചെയ്യാത്തതൊന്നും ചെയ്യൂല, പാടില്ല. അത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? അതായി വഹാബി എന്ന സാധനം. റസൂൽ ചെയ്തതൊക്കെ സുന്നത്ത്, അതിന്റെ അർത്ഥം ചെയ്യാത്തൊക്കെ സുന്നത്ത് ചെയ്യാൻ പാടില്ല. നബി കൊട്ടൻ ബിരിയാണി കഴിച്ചില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ബീഫ് ബിരിയാണി കഴിക്കാൻ പാടില്ല. ഈ ആൾക്കാർ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഈ തമാശ പറയുമ്പോ എന്താ ഒരു നല്ല തമാശ പറയണ്ടേ. റസൂൽ മുന്തിരി ജ്യൂസ് കഴിച്ചില്ല, അവിടെ ഞാനും കഴിക്കില്ല. നമ്മളെ മലബാറിലുണ്ടോ പരിപാടി? അപ്പൊ ഒരുപാട് ഐഡിയ ആയാലും കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ പൊട്ടത്തരം പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണ്ടേ. നിങ്ങൾ നന്നായി പഠിച്ച് കൂടുള്ള ആൾ ചിലപ്പോൾ പെടുത്താൻ വേണ്ടി പലതും പറയാം, നിങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല. കാരണം എന്താ പറയാ, ഫീലെത്താൻ ഈ പെടുത്തിയത് ആ ഫൈസൽ മൗലവിയാണ്, മറ്റേ ആളെ പെടുത്തിയത്. മനസ്സിലാക്കാം. നിങ്ങൾക്കൊക്കെ ഇൽമിന്റെ കുറവാ. നിങ്ങൾ ദർസ് പോയോ? ഇല്ല. പഠിച്ചോ? ഇല്ല. അറിഞ്ഞോ? ഇല്ല. റാസിയുടെ കിതാബ് നോക്കിയ ഇല്ല. പിന്നെ എവിടുന്നോ ഒരു ഹദീസ് കണ്ടു. നമ്മുടെ സഹോദരനോട് പറഞ്ഞല്ല, മുജാഹിദ് ആയി കഴിഞ്ഞാൽ നിസ്കരിച്ചാലും നീ കാര്യമില്ല, കാര്യമില്ല. അപ്പൊ ഉസ്താദ് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞങ്ങള് ഇപ്പൊ ഒരു പരിപാടിയിൽ കാര്യം നടത്തുമ്പോ ശിർക്കായ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് ആ ശിർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അവര് പറയും, നിങ്ങൾക്ക് ആരോടാ പറയാൻ, നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ അവകാശമാണ്. അപ്പൊ തന്നെ ഉസ്താദിനും നിസ്കരിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തതും സ്വീകരിക്കുന്നത് അള്ളയാണ്. ഉസ്താദ് കാര്യമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ല, പറയാൻ റസൂലുള്ളാഹിക്ക് അധികാരമില്ല. റസൂലുള്ളാഹിക്ക് അധികാരം, പക്ഷെ റസൂലുള്ളാഹി മുജാഹിദിനെ പറഞ്ഞല്ലോ പറഞ്ഞേക്കണത്. ബിദ്അത്ത് മുജാഹിദ് ഇപ്പൊ ഇത്രയും നാളായിട്ട് പുതുതായിട്ടൊരു സംഗതി എന്തൊട്ട് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ബിദ്അത്തായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളൂ, അല്ലാണ്ട് പുതുതായിട്ടൊരു സംഗതി ഇസ്ലാമിൽ കൊണ്ടുവന്നില്ല. ഉസ്താദ് പറ, എന്താ കൊണ്ടുവന്നേക്കണേ? പറ. ഒറ്റൊന്നുമില്ല, ഏതിലും പറ. ഒന്നാമത്തെ എടുത്തോളൂ. നിങ്ങൾ ഏത് ഭാഷയിലെ ഖുത്ബോദല്? ഏത് ഭാഷയിലെ ഖുത്ബോദല്? മലയാളത്തില്. നബി മലയാളത്തിൽ ഓതിനോ? ഒരു കാര്യം പറയാം, ഇത് പറയണം. നബി മലയാളത്തിൽ ഓതിനോ? നബി മലയാളത്തിൽ ഓതിനോ? നബി മലയാളത്തിൽ ഓതിനോ? മറുപടി പറയട്ടെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നബി മലയാളത്തിൽ ഓതിനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാഷക്ക് അനുസരിച്ച് മലയാളത്തില് റസൂലുള്ള അവിടെ ഓതി കഴിഞ്ഞാൽ അവിടെ സ്വഹാബികൾക്ക് തിരിയൂല. അവിടെ അറബി, അവിടുത്തെ ഭാഷ അറബിയാണ്. തുടർ ചോദ്യം, സ്വഹാബത്ത് ഓതിനോ മലയാളത്തിൽ? സ്വഹാബത്ത് മലയാളത്തിൽ ഓതിനോ? സ്വഹാബത്ത് ഇവിടെ കേരളത്തിൽ സ്വഹാബി ഒന്നില്ലേ? കേരളത്തില് മറ്റേ കൊടുങ്ങല്ലൂര് ചേരമാൻപള്ളിയുടെ ഭരണഘടനയിൽ എഴുതിയിരുന്നല്ല, മാതൃഭാഷയിലാണ് കുത്തുബോധന്റെ തന്നെ. നിങ്ങളൊന്ന് വായിക്കും. ഇപ്പൊ എന്റെ കയ്യിലില്ല. ഒരു സുന്നി ഒരു പുള്ളിയാണ് എന്റെ അടുത്തത് പറഞ്ഞത്. അല്ല അല്ല, നിങ്ങൾ കെ എം മൗലവിന്റെ ബുക്ക് കാണണം. കെ എം മൗലവിയുടെ ബുക്കിൽ കെ എം മൗലവിക്ക് ഒരു ബുക്ക് ഉണ്ട്, ജുമുഅ ഖുത്ബ എന്ന പേര്. അവൻ നോക്കിയാൽ അതിനെന്താ ഉള്ളതെന്ന് അറിയുന്നത്? സ്വഹാബികൾ അന്യ നാടുകളിൽ പോകുമ്പോൾ പോലും അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല. അയാൾ പറഞ്ഞല്ലോ, അയാളെ ഭരണഘടനയിൽ എഴുതി വെച്ചു. അതിന്റെ തട്ടിപ്പ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്താ നിങ്ങള് അത് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ വിചാരിച്ച്? നേരത്തെ ആ സഹോദരൻ പറഞ്ഞെന്ത് 50 വർഷം മുമ്പുള്ള ഭരണഘടനയിലാണ് ഇപ്പൊ അത് തിരുത്തിയത്. അല്ല, 50 വർഷത്തിന് മുമ്പ് എത്ര അത് പറയാ, അതെത്ര? അത്ര നാൾ അങ്ങനെ തന്നെ ആയിരുന്നു. അല്ലല്ല, അത് നിങ്ങളെ കെ എം മൗലവി പറഞ്ഞിട്ട് അങ്ങനല്ല. സംഗീതാരങ്ങള് കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഭരണഘടനയിൽ
ഇടക്കാലത്ത് ചില മുജാഹിദ് കമ്മിറ്റിക്കാർ വലിഞ്ഞു കയറുകയും കുറച്ചു കാലം നിങ്ങൾ ശ്രമിച്ചു, നേരത്തെ സ്വഹാബത്ത് ചെയ്ത ഭാഷ മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോൾ ഞങ്ങളെ ഉസ്താദുമാര് പേരോട് ഉസ്താദ് വന്നത് പിടികൂടി വീണ്ടും അറബിയിലാക്കി. അപ്പൊ ഇടക്കാലത്ത് നിങ്ങൾ നടത്തിയ നാടകമാണിത്. അത് നിങ്ങളുടെ KM മൗലവി ജുമുഅ ഖുത്ബ എന്ന ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പുത്തൻവാദികളാണ്. ഒന്ന് ഖുത്ബ പരിഭാഷകൾ തുടങ്ങി ഇസ്തിഗാസയെ നിങ്ങൾ ശിർക്കാക്കി. നിങ്ങളെ പുത്തൻവാദം അങ്ങനെ പോകുന്നു. 1, 2, 3, 4, 5, 6, 10 മണിയാണ് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ പുത്തൻവാദിയായത്. വേറൊരു സംശയ നിവാരണം. ഞങ്ങളുടെ ഈ മഹലിലെ കുന്നാര ജുമാ മസ്ജിദില് 3 ഖുത്ബയാണ്. ഒരു ഖുത്ബ താഴത്ത്, 2 ഖുത്ബ. അതിനെ കുറിച്ചുള്ള അഭിപ്രായം അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാത്തിലും ഞങ്ങളെ ഉലമാക്കളെ അതിന്റെ ഹുക്മ പറഞ്ഞിട്ടുണ്ട്. 3 ഖുത്ബ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് അതിന്റെ ഹുക്മ. ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെ ഒന്നും പറയണം. ഇമാം റാസി ഇതിനെ കുറിച്ച് സംബന്ധിച്ച് പറഞ്ഞു, ഈ വിഷയത്തിൽ 2 ഖുത്ബയാണ് ഇസ്ലാമിലുള്ളത്. ജുമുഅ ദിവസം ആളുകളുടെ ഓത്തും മറ്റും സ്വീപ്പാക്കുന്ന രൂപത്തിലാണെങ്കിൽ അതിൽ കറാഹത്താണെന്ന് ഇമാം റാസി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വിഷയമായി പറഞ്ഞാണല്ലോ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടല്ലോ. പിന്നെ കുത്തുബയുടെ കേസ് പറയുമ്പോഴേ അന്ന് റസൂലുള്ള സമയത്ത് മിമ്പറിൽ നിന്ന് മറ്റേ സ്വഹാബികൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളും നന്മകളെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു വേദിയായിട്ടാണ് ആ കുത്തുബ മനസ്സിലാക്കിയത്, മറ്റേ ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് എല്ലാവരും പോയി പള്ളിയിൽ ഇരുന്ന് ചിലർ ഉറങ്ങണ്, മറ്റുള്ള പ്രഭാഷണങ്ങളൊക്കെ മുഖാമുഖത്തിലേക്ക് കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങളെ കണ്ട് ഇങ്ങോട്ട് പോണ്. പക്ഷെ മുജാഹിദിന്റെ ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവിടുത്തെ കാര്യങ്ങൾ ദീനിൽ ഒരുപാട് അറിയാത്ത കാര്യങ്ങളൊക്കെ ആ കുത്തുബയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾ മുസ്ലിയാരുടെ അടുത്ത് ഞാൻ ഇപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞപ്പോ മാതൃഭാഷയിലാണെന്ന് വെച്ചാൽ പറയും നമ്മുടെ മാതൃഭാഷ മലയാളം, മറ്റേ മുസ്ലിങ്ങളുടെ മാതൃഭാഷ അറബിയാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ മാതൃരാജ്യോ അങ്ങനെ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പറയണ്ടേ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരുപാട് ലേഖനങ്ങളും ഇതൊക്കെ വായിച്ച് സംഗതികൾ മനസ്സിലായി. ഇപ്പൊ ഒറ്റ കാര്യം ഞങ്ങളുടെ ഇപ്പൊ അടുത്തുള്ള ഉസ്താദാണ് ലത്തീഫ് ഉസ്താദ്. ലത്തീഫ് ഉസ്താദ്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ, ഞങ്ങളോട് നേർവഴിക്ക് കൊണ്ടുവരാനെന്നുള്ള ആഗ്രഹത്തോടെയൊക്കെ ഉസ്താദ് ഞങ്ങളടുത്ത് വന്നിരുന്നു. അപ്പൊ ഞങ്ങള് നന്നായില്ലെന്നല്ല, ഞങ്ങളിപ്പോ നിക്കണ സ്റ്റാൻഡ് നല്ല സ്റ്റാൻഡാണ് പറഞ്ഞാല്. ഇപ്പൊ മാഷറയിൽ ഇപ്പൊ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് മുജാഹിദുകളും കുറച്ച് സുന്നികളും ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ഞങ്ങൾ ഉസ്താദെ അള്ളാഹുവെ ഞങ്ങള് മുജാഹിദുകളാണ്, നിന്നെ മാത്രം ആരാധിച്ചിട്ടുള്ളൂ. സുന്നികൾ പറയും ഞങ്ങൾ നിന്നെ ആരാധിച്ചിട്ടുണ്ട്, നിന്റെ വർക്കത്തോണ്ട് മക്കബറയിലും പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നരകത്തിൽ ഇടണതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അല്ല നിങ്ങളാ തീരുമാനിക്കാം. നിങ്ങളെന്നാ മാശരി പോയി വരിക. ഞങ്ങളെ റബ്ബ് പറഞ്ഞെന്താ? ഞങ്ങളെ റബ്ബ് പറഞ്ഞു ഇന്നമാ വലിയക്കുമുള്ള, നിങ്ങളെ സഹായി അള്ളയാണ്, റസൂലാണ്. മാശരി എന്നാ നിങ്ങളെന്താ റബ്ബിനോട് പറയാറ്? റബ്ബെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട്, അള്ളയും റസൂലും മുഅ്മിനീങ്ങളൊക്കെ ഞങ്ങളെ സഹായിയാണ്, അതോടൊക്കെ ഞങ്ങൾ സഹായം തേടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഹയവാന്മാർ വന്നിന് ഒരു ഞങ്ങളൊക്കെ മുശ്രിക്കാക്കിയാൽ പിടിച്ച് നരകത്ത് കിട്ടുമെന്ന് പറയും. അതാണ്ടാകാം. ബാക്കി പറയും. വേറൊരു ചോദ്യം ഒരു ചോദ്യം ഗൾഫ് നാടുകളിൽ വെള്ളിയാഴ്ചകളിൽ മുസ്ലിമീനെ റഹ്മത്തുള്ളാഹി വിളിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഈ പള്ളികളിൽ വിളിക്കുന്നുണ്ട്. അത് എങ്ങനെ എവിടെ നിന്ന് കിട്ടിയ? ഗൾഫിലുള്ള മാതിരി നമ്മൾ ചെയ്യണം. അതല്ലെന്ന് ഞാൻ ചെയ്യണം. ഒരു നാട്ടിൽ സത്യവും മറുനാട്ടിൽ അസത്യവും അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഗൾഫിൽ എത്ര തറാവി? മക്കത്ത് തറാവി എത്ര? 23. ഇവിടെ മുജാഹിദോ? മുജാഹിദ് എത്ര? 11. അപ്പൊ അവിടെ ഇവിടെ വേറെ? അതല്ല ഞാൻ ചോദിച്ചാൽ ചോദ്യം ഉത്തരവായി പറഞ്ഞു. മക്കത്ത് കൂട്ടുപ്രാർത്ഥനയില്ല, ഇവിടെ കൂട്ടുപ്രാർത്ഥനയില്ല. അങ്ങനെ ഓരോ ഞാൻ പറഞ്ഞല്ലോ, മക്കത്ത് 2 ബാങ്കുണ്ട്, ഇവിടെ ഒരു ബാങ്കേ ഉള്ളൂ. സുബൈക്ക് ഗൾഫ് നാടുകളിൽ മക്കത്ത് 2 ബാങ്കുണ്ട്, ഇവിടെ ഒരു ബാങ്കേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതല്ലേ മക്കത്തിൽ തെളിവുണ്ടോന്ന് ഞാൻ ചോദിച്ചു. അത് അങ്ങനെയാണ് ചോദിക്കുക. അതല്ലേ മോനെ ചോദിക്കേണ്ടത്. മക്കത്ത് നടക്കണമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളുടെ കേന്ദ്രമല്ലേ. അപ്പൊ നിങ്ങൾ 20 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. 20 റക്അത്ത് തറാവി മക്കത്ത് നിസ്കരിക്കും, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ? കേന്ദ്രല്ലേ മുസ്ലിങ്ങളെ പറയും. ഞാൻ 11 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഈ മക്കത്ത് 20 നിങ്ങൾ എങ്ങനെ 11 അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഖിയാമുലൈൽ രാത്രിയിലെല്ലാം നിസ്കാരത്തിനും പറയും. നിങ്ങളെ പോയത്തം പറയില്ലേ മക്കത്ത് 20 റക്അത്ത് ഇത് പറയും. മക്കത്ത് 20 നിങ്ങളെത്ര നിസ്കരിക്കും? മക്കത്ത് പിന്നെ മുസ്ലിങ്ങളെ കേന്ദ്രല്ലേ, അവിടെ പിന്നെ 20 നിങ്ങൾക്ക് മാത്രം കേന്ദ്രത്തിനെതിരായത് എന്താ? അതല്ലത് ഞാൻ പറഞ്ഞത്. നടക്കൂല പോലെ ഇതൊക്കെ കഴിഞ്ഞു വന്നതാ. അതന്നെ ഞാനും പറഞ്ഞു.
മക്കത്ത് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇസ്ലാമിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അവിടെ ഉള്ള എല്ലാം നമ്മൾ ചെയ്യാന്നല്ല. അവിടെ നല്ല കാര്യമുള്ള, കാരണം അവിടെ ഭരണാധികാരികൾ മാറുന്നതിനനുസരിച്ച് നിയമങ്ങളൊക്കെ മാറും. നമ്മൾ അതിനനുസരിച്ച് പോലെ നമ്മളെ ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളെ ഇമാമിങ്ങൾ ഹദീസ് ഓതിയിട്ട് അത് സുന്നത്താന്ന് പഠിപ്പിച്ചു, അതുകൊണ്ട് സുന്നത്തായി. സിമ്പിൾ. നിങ്ങൾ തുഹ്ഫ നോക്കി പറഞ്ഞുതരാം. ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുണ്ട് സുന്നത്താണ്, സ്വഹാബി തന്നെ അത് ചെയ്തിട്ടുണ്ട് എന്ന് തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അല്ലാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സാധാരണ മരണപ്പെട്ട വീട്ടുകളിൽ ഖുർആൻ ഓതാനായിട്ട് മുജാഹിദ് പ്രസ്ഥാനക്കാർ അനുവദിക്കാറില്ല. അത് ചോദിച്ചപ്പോ പറഞ്ഞത് നബിയുടെ മക്കൾ മരിച്ചപ്പോ നബി അത് ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അതിന്റെ ഒരു വിശദീകരണം അവർക്ക് വേണ്ടി ഉസ്താദ് കൊടുത്താൽ കൊള്ളാമായിരുന്നു. എങ്ങനെ? മരണപ്പെട്ട വീട്ടിൽ മരിച്ച മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതുന്നതിന് മുജാഹിദ് പ്രസ്ഥാനക്കാർ വിലക്കിയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് പൊതുവെ ഖുർആനോട് ഭയങ്കര വെറുപ്പ്, അതാണ് സംഭവം. അല്ലാതെ ഖുർആൻ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇഖ്റഊ അലാ മൗതാകും സൂറത്ത് യാസീൻ, മരിച്ചവരുടെ പേരിൽ നിങ്ങളെ യാസീൻ സൂറത്ത് ഓതണേ, മുഹമ്മദുർ റസൂലുള്ളാഹി. ഭയങ്കര ആവേശമുണ്ടല്ലോ, എന്താ പറയാ? വേറൊരു ചോദ്യം. മരണാസന്നലാകുമ്പോൾ സൂറത്ത് യാസീൻ ഓതുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്. മരിക്കാൻ പോകുന്ന ആളുടെ അടുത്ത്. അതെ. പക്ഷെ മരണത്തിന് ശേഷം യാസീൻ ഓതാൻ ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ഇഖ്റഊ അലാ മൗതാകും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ മേൽ നിങ്ങൾ ഓതണം സൂറത്ത് യാസീൻ ഓതണം. നീ എന്താണ്ടി ഹദീസ് ഇബ്നു മാജ ധരിച്ചതാണ്. എന്താ? മരണാസന്നലായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അത് മരിച്ചു കഴിഞ്ഞ ശേഷം രണ്ടിനും ഒരു ഹദീസ്. ഓ, അതൊക്കെ ഞങ്ങളെ ഇമാമികൾ കറക്റ്റ് ചെയ്തതാ, കളി ഞങ്ങളോട് വേണ്ട. ഇല്ലേ? രണ്ടിനും ഒറ്റ തെളിവ്. മരിച്ചുപോയവരുടെ പേരിലും മരണാസന്ന രണ്ടും അതിനർത്ഥം കേട്ടോ. ഒരു ഹദീസിന് ഒരു ആയത്തിനും 2-3 അർത്ഥം ഉണ്ടാവാ. ഒക്കെ ഇമാമിങ്ങൾ പറഞ്ഞു കേട്ടാ മതി, വലിയ ആളാവ. പിന്നെ ഒരു കാര്യം, നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഒരു സുന്നി സഹോദരൻ ഞങ്ങളോട് ഒരു ഇത് പറഞ്ഞതാണ്, മറ്റേ ഖബറ് കെട്ടിപ്പൊക്കണേനുള്ള ഒരു ഇതായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ വെച്ച് റസൂലുള്ളാഹിയുടെ കാലത്ത്, അല്ല എനിക്ക് ചോദ്യം രീതിയിൽ ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഇങ്ങനെ സ്വഹാബത്തിന്റെ കാലത്തൊക്കെ ഇങ്ങനെ ഖബറ് കെട്ടിപ്പോക്കുന്നതിന് എന്താ തെളിവെന്ന് ചോദിച്ചു. പറഞ്ഞ അന്ന് ഖബറിന്റെ മുകളിൽ കൂടെ ചാട്ട മത്സരം ഉണ്ടാർന്ന്, അതാണ് അതിന്റെ തെളിവ്. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. ഖബറിന്റെ വലിപ്പം കണ്ടിട്ട് ഇത് ഖബറിന്റെ വലിപ്പം കണ്ടിട്ട് ഏതൊരു സ്വഹാബിയുടെ പേര് പറഞ്ഞു, ആള് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു സംഭവം സ്വഹീഹായി വന്നേക്കണാ. ബുഖാരിയിലുള്ളതാ. ബുഖാരിയില് സ്വഹീഹായി വന്നേ. എങ്ങനെയാണ് ഹദീസ്? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്നവരാണ് ഞങ്ങളെ ഏറ്റവും വലിയ ചാട്ടക്കാര് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങള് ചാടണം എന്നല്ല, അവിടെ നിങ്ങൾ ചാടണം അർത്ഥം വെച്ച് അതാ വെച്ചത്. അപ്പൊ നമ്മളിങ്ങനെ പറയലോ, ഇപ്പൊ ഈ ഇതെത്ര ഉയരണ്ട് വെച്ചാൽ അതൊരു സാധാരണ മനുഷ്യൻ ചാടിയാലെത്തില്ല, അത്ര ഉയരണ്ട്. അതിന്റെ അർത്ഥം ചാട്ട മത്സരം ഇവിടെ നടത്തലുണ്ട്, അതല്ല, അത് അത്ര ഉയരണ്ട്, അതാണ് അതിന്റെ വായന. അതെ, അത് ബഹുമാനപ്പെട്ട ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ജവാസു തഅലിയത്തിൽ ഖബർ, ഖബർ കെട്ടിപ്പൊക്കൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിലുണ്ട് എന്ന് ഇമാം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. നന്നായി പഠിച്ചു വരിക, എല്ലാ വിഷയങ്ങളും അല്ലാഹു നല്ലതിന് അല്ലാഹു ബുദ്ധി തരട്ടെ. ഈ ഖുർആനില് വന്നേക്കുന്ന ദുആകളില് പല മുജാഹിദ് പ്രസ്ഥാനക്കാരെ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം തന്നെ മറുപടി പറഞ്ഞു. അപ്പൊ അവരോട് നിങ്ങൾ പറയാം, ഖുർആനിലെ ഉസ്താദിന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം മനസ്സിലായി, നിങ്ങൾ ചോദിക്കുന്നത് തന്നെ എന്നോട് ഉസ്താദ് മറുപടി പറയാത്തുള്ളൂ. നിങ്ങൾ ആ ചോദ്യം തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി. ഖുർആനിൽ വന്ന ഞാനങ്ങനെ പറഞ്ഞുതരാം. ഖുർആനിൽ വന്ന ഏതെങ്കിലും ദുആകൾ അല്ലാഹു അല്ലാത്തവരോടുണ്ടോ? അതല്ലേ? ഓക്കെ, മറുപടി നിങ്ങൾ എന്താ ചോദിക്കാൻ നമുക്കറിയില്ല. ഖുർആനിൽ വന്ന ദുആകൾ, അതായത് അള്ളാഹിനോട് തരുന്ന ദുആ, ഇലാഹാണ് നിൽക്കുന്നത്, അത് അല്ലാത്തവരോട് ഉണ്ടാവില്ല. കാരണം അല്ലാത്തവരോട് പാടില്ല എന്നാ എല്ലാവരും വാദം. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറഞ്ഞിട്ടുണ്ടോ? അതാ ചോദ്യം. ആ ചോദ്യം തന്നെ തെറ്റാ. അല്ലാത്തവരോട് സഹായം തേടാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മാഇദയുടെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചു. പിന്നെ തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിലെ മുൻ ഇമാമ് PH അബ്ദുൽ ഗഫാർ മൗലവി അദ്ദേഹത്തിന്റെ അൽ മഫാസ് അൽ മൻസിൽ
എന്ന് പറയുന്ന ആ ഗ്രന്ഥങ്ങള് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരുടെ വീടുകളിൽ കാണാൻ ഇടവരുന്നുണ്ട്. അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട് 1-2 വീടുകളിൽ ഞാൻ അവർക്ക് സുന്നി മൻസിൽ വരുത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് അതിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകണം. തീർച്ചയായും ഞാൻ പറയാം. തബ്ലീഗിസം ഇവിടെ ഉണ്ടാക്കിയതാണ്. ഗഫാർ മൗലവിയുടെ മൻസിലും മഫാസും ഒരിക്കലും നോക്കാനോ വായിക്കാനോ പറ്റില്ല. കളവുകളാണ് അതിൽ മുഴുവനുള്ളത്. ദിക്ർ നമുക്ക് ചൊല്ലണമെങ്കിൽ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ മതി. ഒരുപാട് പ്രശ്നം അതിലുണ്ട്. ഒരു പ്രശ്നം ഞാൻ പറയാം. ഗഫാർ മൗലവിയോട് തന്നെ ഒരു ചോദ്യം. ഒരാള് ഭാര്യയെ തൊലാക്ക് ചൊല്ലി, ദേഷ്യം പിടിച്ചാണ് തൊലാക്ക് ചൊല്ലിയത്. അങ്ങനെ തൊലാക്ക് ചൊല്ലിയാൽ തൊലാക്ക് സംഭവിക്കുമോ? അതിനാൽ മഫാസിൽ ഈ മൗലവി പറഞ്ഞ മറുപടി തൊലാക്ക് സംഭവിക്കൂല എന്നാ. ദേഷ്യം പിടിച്ച് തൊലാക്കല്ലേ സംഭവിക്കൂല. ദേഷ്യം പിടിക്കുമ്പോൾ ആരെങ്കിലും സ്നേഹമുണ്ടാവുമ്പോൾ തൊലാക്കല്ലോ. എന്താ ഈ പോലത്തെ പറയുന്നത്? ദേഷ്യം പിടിക്കുമ്പോഴേ ആൾക്കാർ തൊലാക്കല്ലേ ഉള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞതിന് ഒറ്റ തൊലാക്കും ചെയ്യല്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് അത്തരം പൊട്ടപ്പോയത്തങ്ങളാണ് അതിലുള്ളത്. അത് വായിക്കേണ്ട. നമുക്ക് ഹദ്ദാദ് റാത്തീബ് ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിക്കോളും. എൻ്റെ ഒരു മനുഷ്യ അത് ഞാനിപ്പോ ചോദിക്കണത്, ഈ നമ്മൾ ഉസ്താദിന്റെ കുതുബ പ്രസംഗത്തിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നത് ബുഖാരി മുസ്ലിമിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ്. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിന്റെ ക്ലേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചാൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ സ്വന്തം ശരീരത്തിൽ വന്ന ഒരു ക്ലേശം മനസ്സിലാക്കാൻ പറ്റാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മറ്റുള്ളവരുടെ, അതായത് അന്നുള്ളവരുടെയും, ഇന്നിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞല്ലോ, അതിനുശേഷമുള്ള ഒരു സഹായം തേടിയാലും എങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചറിയാൻ കഴിയും? അതാ ചോദ്യം. അതാണ് ചോദ്യം. കൃത്യമായി മറുപടി കേട്ടോളൂ. അല്ലാഹു തആല അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഈ കറാമത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. മുഅ്ജിസത്ത് അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് കറാമത്ത്. ഈ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുന്നത് പല രൂപത്തിലാവാം. അതിൽപ്പെട്ടതാണ് ഒന്ന്, ശക്തമായ രോഗം അവർക്ക് നൽകും. അതിനാണെന്നറിയാം, അവർ ആ രോഗം സഹിക്കുന്നതോടെയാണ് അവർ ഉന്നത സ്ഥാനത്തെത്തുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു ശക്തമായ രോഗം നൽകി. അപ്പൊ അള്ളാഹു തആല അയ്യൂബ് നബി പറഞ്ഞുകൂടില്ല എന്നെ സുഖാക്കണം. കാരണം എന്താ? അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ അവിടുത്തെ അള്ളാഹു രോഗം കൊടുത്തതിന്റെ ഉദ്ദേശം അവരെ മർത്തബ ഒരുപാട് ഉയർത്തലാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്? ഈ വലിയ രോഗങ്ങളൊക്കെ നബിക്ക് നൽകിയത്. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്ഥാനം ഒരുപാട് ഉയർന്നു വന്നു. അപ്പൊ അള്ളാഹു തആല അവിടത്തേക്ക് മുഅ്ജിസത്ത് നൽകി. ആ മുഅ്ജിസത്ത് അനുസരിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. സ്വന്തം ശരീരത്തിൽ വരുന്ന രോഗങ്ങളും മറ്റും അള്ളാഹു അവർക്ക് നൽകുന്നതും അതൊക്കെ അള്ളാഹിന്റെ ഹിക്മത്താണ്. അള്ളാഹു തആല അവരുടെ മർത്തബ സ്ഥാനം ഉയരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ അത് രോഗം എന്ന് പറഞ്ഞ അയ്യൂബ് നബിക്ക് വന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രോഗമായിട്ട് പരീക്ഷിക്കേണ്ടെന്നാണെന്നുള്ളത് അറിയാവുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ മറ്റേ ഏതൊരു നബിക്ക് ഇബ്രാഹിം നബി കുഞ്ഞുങ്ങളിലാഞ്ഞിട്ട് ലാസ്റ്റ് പ്രാർത്ഥിച്ചിട്ടാണല്ലോ. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങള്. ഒരുപാട് പരീക്ഷണങ്ങൾ. എന്റെ ചോദ്യം അതല്ല, ഇപ്പൊ രോഗമാണെന്ന് നബിക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു, പക്ഷെ സിഹിറാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിരുന്നില്ലല്ലോ. അത് കുറച്ചു നാൾ അതിന്റെ വിഷമങ്ങൾ അനുഭവിച്ച ശേഷമല്ലേ സിഹിറാണെന്ന് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ദിക്റും കാര്യങ്ങളും ചെയ്തത് മാറ്റാവുന്നതല്ലായിരുന്നു. അപ്പൊ തന്നെ മറ്റു രോഗങ്ങൾ കൂടെ അല്ലല്ലോ സിഹിർ. അതിനുള്ള ദിക്ർ ഏതാ? അല്ല, ഞാൻ ചോദിക്കണത് മറ്റു രോഗം അല്ല ഞാൻ ചോദിക്കണത് മറ്റു രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സഹോദര ഞാൻ പറഞ്ഞു ശമനമുണ്ട്. നബി തങ്ങൾക്ക് സിഹറാന്ന് അറിഞ്ഞില്ല എന്നുള്ള നിങ്ങളെ വാദമാണ്. അതിനൊരു തെളിവില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് തന്നെ ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്ന് വിചാരിച്ചു നിന്നതാ. അവർ അമ്പിയാക്കളുടെ തവക്കുലാത് നിങ്ങൾക്കറിയോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയായി. ലാസ്റ്റ് ആളുകൾ വന്ന് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾ കൊണ്ടുവന്നോട്ടെ, ഡോക്ടറെ കൊണ്ടുവരട്ടെ. എന്താ പറഞ്ഞറിയോ? ഡോക്ടർ തന്നെയാണ് എന്നെ രോഗിയാക്കിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നെ രോഗിയാക്കി, അള്ളാഹ് എന്നെ വേണമെങ്കിൽ മാറ്റിക്കോട്ടെ. അപ്പൊ സിഹ്റാന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ വക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്നു.
അപ്പൊ അതാ ഒരു മലക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സിഹിറാണ്. ഏത് 2 മലക്കുകളൊന്ന് സ്വപ്നത്തിൽ പറഞ്ഞു. അവസാനം അതതിന്റെ ഹിക്മത്ത് പഠിച്ചോളൂ. അള്ളാഹു ഇറക്കി കൊടുത്തു. അങ്ങനെ ആ 2 സൂറത്തുകളുടെ അവതരണ പശ്ചാത്തലം കൂടിയാണ് ഈ അസുഖം. അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. നബിക്കത് അറിഞ്ഞില്ല എന്നത് നിങ്ങളുടെ വെറുതെ ഉള്ളൊരു വാദമാണ്. പിന്നെ അല്ല, സിഹിർ ബാധിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിശാചിന്റെ ഉപദ്രവമുള്ളൂ. അതിനെന്താ മറ്റു രോഗങ്ങളെ കൂട്ടല്ല സിഹിർ എന്ന് പറഞ്ഞാൽ. പ്രശ്നം. അപ്പൊ പിന്നെ അത് അന്നേരം അറിഞ്ഞിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നു വിചാരിച്ചു. അപ്പൊ അന്നേരം തന്നെ അത് ക്ഷമിപ്പിക്കാനായിട്ട് ഒരു ദിവസം ക്ലേശം ഉണ്ടായാലും 2 ദിവസം ക്ലേശം ഉണ്ടായാലും 1 മാസം ക്ലേശം ഉണ്ടായാലും സിഹിർ എന്ന് പറഞ്ഞാൽ അതിനൊരു മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സുഹൃത്ത് അവതരിപ്പിക്കാനായിട്ട് അത് ഒരു ദിവസത്തെ മതിയല്ലോ. അപ്പൊ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നുള്ള ഹദീസുകൾ അതായത് ഒരുപാട് ക്ലേശം അനുഭവിച്ചതനുസരിച്ച് ബൽക്ക് കൂലി കൂടും, ദർജ കൂടും. അതിനാണ് ഓരോ ചെയ്യുന്നത്. നിങ്ങൾ ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലായിക്കോ. ഞാൻ നിങ്ങൾക്കും തോന്നുന്നു ഓരോ ദിവസം കൊണ്ട് ശമിപ്പിക്കാം. ശമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അത് പറ്റൂല. അതിന് മൊഹിയദ്ദീൻമാരെ പഠിക്കാഞ്ഞിട്ടാണ്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എന്റെ ആ മാനില്ലതെന്നോവർ. അമ്പിയാക്കൾ ഔലിയാക്കൾ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ഓർഡർ വേണം. സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചികിത്സിക്കാൻ പറ്റൂല. അള്ളാഹു എപ്പോഴാണോ സമ്മതം കൊടുക്കുന്നത് അപ്പോഴേ പറ്റൂ. അത് നിങ്ങൾ മുഹിയത്തിന്മാല ശരിക്കും പഠിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 5 വഖത്ത് ഫർദ് നമസ്കാരത്തിന് ശേഷം ഒരുപാട് ദിക്റുകൾ തീർച്ചയായും ഉണ്ട്. പക്ഷേ ഈ മഗ്‌രിബിന് ശേഷം ഇത് കാണുന്നില്ല. എന്തുകൊണ്ട്? മഗ്‌രിബിന് ശേഷം ഇവിടെ നേരെ പ്രാർത്ഥനയിലൊക്കെ പോകും. അങ്ങനെ മഗ്‌രിബിന് ശേഷം ഉണ്ട്. പക്ഷെ അവിടെ മഗ്‌രിബിന് ശേഷം വേറെ 1-2 പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹീതു വലാ കുല്ലു ഷൈഇൻ ഖദീർ. ഈ ദിക്റാണ് കൂടുതൽ ചെല്ലേണ്ടത്. അത് പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ ഈ പള്ളിയിലൊക്കെ കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ പിന്നെയും വരുമല്ലോ. അപ്പൊ ഈ മഗ്‌രിബിന്റെ സമയം ചില ഇമാമികളുടെ അഭിപ്രായ പ്രകാരം വെറും ഒരു നിസ്കാരത്തിന്റെ ടൈം മാത്രമേ ഉള്ളൂ, കൂടുതൽ ടൈം ഇല്ലാന്നാണ്. അപ്പൊ ആ അഭിപ്രായ പ്രകാരം ഇനി ബാക്കിൽ നിസ്കരിക്കുന്ന ആളുകൾ കൂടി സൗകര്യം ചെയ്യുന്നതിനാണ് പെട്ടെന്ന് ഇമാമികൾ എന്ത് ചെയ്യുന്നത് ദുആയിലേക്ക് കടക്കുന്നത്. മറ്റുള്ള ആളുകൾ അവിടെ തന്നെ ഇരുന്ന് ശേഷം ആ ദിക്റുകൾ ചെയ്യേണ്ടതാണ്. ഇനിയുണ്ട് ശരിയാവോ? പള്ളിയായിട്ട് ബന്ധമില്ലാതെ നിസ്കാരം ഒരു ഇതുമില്ലാതെ നടക്കണ പല സ്ഥലങ്ങളില് പല ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ഉള്ള കേസൊന്നല്ല ഞാൻ പറയണേ, വേറൊരു സ്ഥലത്ത് പറയണേ. അപ്പൊ അവരൊക്കെ ഒരു റാത്തീവ് മൗലൂദൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മഹല്ലിലെ ഉസ്താദ്മാരെ പോകുമ്പോ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത്, ഉസ്താദിന്റെ അഭിപ്രായം എന്നോട് ഞാൻ ചോദിക്കണത്, ആ മനുഷ്യനെ ആദ്യം പള്ളിയിലേക്ക് വിളിക്കല്ലാതെ അവിടെ പോയി റാത്തീവ് കഴിച്ച് പുട്ടടിച്ച് പോകണതാണ് നല്ലത്. അല്ലെങ്കിൽ പുട്ടടിക്കുന്നതില് ആശാമാരാണ് മുജാഹിദ്. ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കരുത്. കാരണം നിങ്ങൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ ശരിയാക്കണം. വെട്ടം അബ്ദുല്ലാജിയെ പോലെയുള്ള നിങ്ങളെ പുട്ടടി വീരന്മാർ നിങ്ങളത് വായിച്ചാൽ നിങ്ങൾ നാണം കെട്ടു പോകും. അയാതി നിങ്ങൾ പിന്നെ കാറ്റടിക്കല എവിടുന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പൊ ആയാതി പൊട്ടീസൊന്നും വേണ്ട. ഞങ്ങളെ ഉസ്താദുമാർ എന്താ ചെയ്യേണ്ടി എപ്പോഴും ആളെ മൗലൂദിന് നന്നായി പോയി കൊടുക്കുക. പോരും പേരോട് പറയും മോനെ മൗലൂദ് മാത്രം ഓതിയാ പോരാ, നിങ്ങൾ നിസ്കരിക്കൂടി പാടെന്ന് പറയാതാണ് അതിന് ചെയ്യേണ്ടത്. ഇനി ബാക്കി പറയാം. ആദ്യം മൗലൂദ് പങ്കെടുക്കണം. എന്നിട്ട് നിസ്കാരത്തിന്റെ. തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം നോമ്പൊന്നും ഇല്ലാത്ത ഒരാൾ മുജാഹിദ് സമ്മേളനത്തിന് 5 ലക്ഷം രൂപ സംഭാവന ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യാ? സ്വീകരിക്കൂല? സ്വീകരിക്കൂല ഉറപ്പല്ലേ? ഇനി മാറ്റൂലല്ലോ ഇല്ല. അപ്പൊ നിസ്കരിക്കാത്ത ആൾക്കാർ ഞാനിക്കോട്ടെ, അതിന് ഇഷ്ടം പോലെ തെളിവ് ഞാൻ കൊണ്ടുവരാം. നിസ്കരിക്കാത്ത ആളുകൾ നിങ്ങളെ എത്രയോ ആളുകൾ നിങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചതൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ ആ കളി ഞങ്ങളോട് വേണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആളാരൊക്കെ ഇനിയിപ്പോ ഞാൻ അയാളെ പേര് പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് പ്രശ്നമാക്കാൻ. നിങ്ങൾ ബാലുശ്ശേരിനോടൊന്ന് രഹസ്യം ചോദിച്ചാൽ ഓക്കെ. ബാലുശ്ശേരി അതാണ് നിങ്ങൾക്ക് പറ്റിയ കുഴപ്പം. ബാലുശ്ശേരിയെ പോലെയുള്ള ഒരു പൊട്ടന്മാരെ അടുത്ത് നിങ്ങൾ പോയി എന്നതാണ്. സഹോദരൻ പറഞ്ഞു കേട്ടോ, അത് സ്വതക്ക മൗലിദ് ഇതൊക്കെ എന്താന്ന് നിങ്ങള് ഏത് കാര്യം ചെയ്തോ അത് കിട്ടും. അതിന്റെ അർത്ഥം മറ്റേ ചെയ്യണ്ടെന്നല്ല. അപ്പൊ അതൊക്കെ ഓരോന്നനുസരിച്ച് കിട്ടും. ഇനിയിപ്പൊ ഇത് വായിക്കാൻ സമയമില്ല. വട്ട അബ്ദുല്ലാജിന്റെ മൗലൂദാണിത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളെ ശാപ്പാട്ട് വീരനാണ്. എല്ലാം വണ്ടിയിലുണ്ട് സാധനമൊക്കെ. ആവശ്യം നേരത്തെ ഇങ്ങനെ വരും. മനസ്സിലായോ? മൈലർച്ചി എന്ന കഥയൊക്കെ ഉണ്ട്. ഞാനതെല്ലാം വായിച്ചാൽ ഇവിടെ സമയം ചെയ്യും. മൗലവിയോട് ഒരു ദിവസം വന്ന് കാണാൻ ചോദിക്കാണ് ആളുകള്, ഇങ്ങ മയിലിന്റെ ഇറച്ചി കൂട്ടാൻ പറ്റും? ഒരു മസാല ചോദിച്ചതാ. 83-ാമത്തെ പേജിൽ കാണാം. കേട്ടോട്ടോ. ഹാജിയോട് അബ്ദുല്ലാജി നിങ്ങൾ ഇറക്കിയാണ്, ഞങ്ങൾ ഇറക്കിയൊന്നല്ല. കേരള നദുവത്തുൽ മുജാഹിദീൻ 8 ഗ്രൂപ്പ് ഇറക്കിയാണ് ആദ്യത്തെ പുസ്തകം. ഇതിലെന്താ പറയുന്നത് അറിയോ? ഹാജിയോട് ഉമർ കുട്ടി ഹാജി ഒരിക്കൽ ചോദിച്ചു, മയിലിനെ തിന്നാൻ പറ്റുമോ? ഒരു മസാല ചോദിച്ചു.
ഉടനെ തന്നെ ഹാജിയുടെ പ്രതികരണം, അതിന് നിങ്ങൾ അത് തന്നു നോക്കിയോ? മയിലിനൊരു മസാല വെച്ചതാ. അവൻ മൗലയും കൊണ്ട് കാര്യങ്ങൾ മയിലിറച്ചി തിന്നു നോക്കിയോ? അങ്ങനെ മയിലിറച്ചി സംഘടിപ്പിച്ചു. എത്ര വലിയ അടങ്ങാറുണ്ടാവും. എവിടെയോ പോയി മയിലിനെ അറുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അത് തിന്നിട്ട് ഹാജി പറഞ്ഞു, ഇതിന് നല്ല കോഴിയുടെ രുചിയാണല്ലോ എന്ന്. അതിന് പോകും മുമ്പ് നന്നായി തിന്നും, കഴിഞ്ഞു വന്നതിന് ശേഷം നല്ല വണ്ണം തിന്നണം. ഒരു ശാപ്പാട്ട് വീരൻ തന്നെയാണ്. നിങ്ങൾ മധുഹായിട്ട് എഴുതി വെച്ചതാണ്. മധുഹാദി നല്ല കഥയായി. പുതിയത് ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പത്യങ്ങളെ കട്ടിട്ടുണ്ട്. അതന്നെ ഓക്കെ, നിങ്ങളെ ബുക്കാണ്. ഇനി എന്തിനാ വെറുതെ ആ ബുക്ക് എടുത്തോണ്ടിരിക്കണ്ട. വിഷയം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാവരും എന്നിട്ട് അടുത്തേക്ക് വരും. ഒരുപാട് ഉപകാരപ്പെട്ടു നമുക്ക്. അള്ളാഹു ഇവർക്കൊക്കെ സുന്നിയാവാനുള്ള ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എല്ലാവരും അടുത്തേക്ക് വന്നു. പഠിക്കാതെ ഒരു വിഷയം നടക്കൂല മക്കളെ. മുജാഹിദ് എന്ന് പറഞ്ഞ് നടന്നാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കാര്യം നമുക്ക് വലിയ വിജയമായിട്ടു. എന്താണെന്ന് അറിയും, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതാണ് സക്കരിയ സലാഹിയുടെ സംവാദം, സക്കരിയ സലാഹിന്റെ ടീമിനോട്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ സംഭവിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അവസാനത്തെ സംവാദമായിരിക്കും. അത് അതിൽ തർക്കമില്ല. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇനി ഞങ്ങളെ പ്രവർത്തകരോട് നിങ്ങൾ ബന്ധപ്പെടണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് ഉസ്താദുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഘാടകരും അവർ തരുന്നുണ്ടോ അല്ലേന്ന് വളരെ പെട്ടെന്ന് ഒരു വാദപ്രതിവാദം ഇവിടെ നടക്കണം. നമ്മുടെ ആവശ്യം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ഈ പരിപാടിയുടെ തുടക്കമാണ്. മൂവാറ്റുപുഴയിൽ ഞങ്ങൾ വാദപ്രതിവാദത്തിന് വന്നപ്പോൾ നമ്മളെ പ്രവർത്തകർ ഇപ്പൊ അവരെത്ര സന്തോഷത്തിലാണെന്നറിയോ? കാരണം എത്ര ഇത് എട്ടായി പൊട്ടാൻ ഒരു സംവാദം കാരണാവല്ലേ. അതുകൊണ്ടൊരു വലിയ സംഭവമാക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നല്ലോണം പഠിക്കണം എല്ലാവരും. പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മുജാഹിദും ജമാഅത്തൊക്കെ ആകുന്നത്.